ഉറക്കം വായിക്കട്ടെ, ഞാനിവിടെ കേൾക്കട്ടെ. വേണ്ടടാ, ഞാനൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു വയ്ക്കാം, അപ്പം എല്ലാവർക്കും വായിക്കാമല്ലോ. അത് എന്താ വെച്ചാൽ ചെയ്. നീ സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു. അതെട്. നീ പോയിട്ട് എന്തായി? ആ ജോലി നമുക്ക് ശരിയാവില്ല. അതെന്താ പേയ്മെന്റ് കുറവാണോ? പേയ്മെന്റ് ആണോടാ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ഗോൾ ആണോ? കത്തി പൈസ വെച്ചപ്പോൾ ഇറക്കി വിട്ടുണ്ടാവും എന്നെ. ഞാൻ ചോദിച്ച കംപ്ലീറ്റ് പൈസ അവർ തരാമെന്ന് പറഞ്ഞു, സിംഗിൾ പെന്നി കുറയാതെ. ആരും നിനക്കാ? സത്യമായിട്ടും. എന്ത് കണ്ടിട്ട്? അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടുന്ന് ഒഴിവാൻ വേണ്ടി ചോദിച്ചായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചു. നീ എത്ര ചോദിച്ചത്? 5000 രൂപ. നല്ല 5000 രൂപ ഒരു ഇവന്റിന്. ഇന്നാണ് ക്രിയേറ്റിവിറ്റിയുടെ വില എനിക്ക് ശരിക്കും മനസ്സിലായത്. വട്ടാണോ? ആർക്ക്? നിന്നെ ജോലിക്ക് എടുക്കാന്ന് പറഞ്ഞവന്മാർക്ക്. ആക്കല്ലേ. എന്നിട്ടെന്ത്? എനിക്ക് സിനിമ കാണാൻ പോയി. അതുകൊണ്ട് ഞാൻ മുങ്ങി. എങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചർച്ച ചെയ്യാനുണ്ടെന്ന്. ആരോട് എന്ത് ചർച്ച ചെയ്യാൻ? എന്നോട് തന്നെ. പിന്നെ അല്ലാണ്ട് ഇവിടെ സിനിമ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു പാലുകാച്ചും കാതൂത്തൊക്കെ. ഇവന്റിന്റെ സ്ക്രിപ്റ്റേ മണ്ടത്തരം. യൂട്യൂബ് വേണ്ട. എടാ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ കാണുന്നില്ലേ? എന്നെ നോക്കണേ, ഞാൻ എടുത്തിട്ടില്ല. എടാ യൂട്യൂബിൽ സിനിമയുടെ ട്രെയിലർ കണ്ടാന്ന്. യൂട്യൂബിൽ പടങ്ങളുടെ ട്രെയിലറൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ. എടാ നിങ്ങളുടെ പടത്തിന്റെ ട്രെയിലർ, അതേ സീന്, അതേ ഡയലോഗ്, അതേ കഥ. ഏത് പടം? പടത്തിന്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തോ മിഥുനോ കർക്കിടകോ അങ്ങനെ എന്താണ്, സംഭവം സെയിമാണ്. നീ ആ സ്ക്രിപ്റ്റ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? എത്ര പേരോട് കഥ പറഞ്ഞാടാ. എടാ ആരാണ് ആക്ട് ചെയ്തിരിക്കുന്നത്? അമരേഷ് പുരി. ന്യൂ ഫേസ് ആണ്. എടാ നീ ശരിക്കും നോക്കിയാ? നോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താണ്, പടം ഇറങ്ങുമ്പോ തിയേറ്ററിൽ പോയി കാണാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോണം. എങ്ങനെ? അല്ല അവനോടൊപ്പം അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ലടാ, ഞാൻ നോക്കി. അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കടാ. വിളിച്ചു നോക്കിയാടാ, സ്വിച്ച് ഓഫ് ആണ്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവനിത് എവിടെ പോയിരിക്കുക? നീ അവനോലതും പറഞ്ഞായിരുന്നോ? ഞാനെന്ത് പറയാൻ? എന്ത് പറഞ്ഞു? എന്താ കാര്യം? നീ അവൻ വിഷമം സഹിക്കാൻ വയ്യാണ്ട് വല്ല കിടക്കുകയും ചെയ്തിട്ടുണ്ടാവോ? അവന്റെ ഒരു മെസ്സേജ് ഇന്നലെ രാത്രി അയച്ചതാ. ദൈവമേ, എവിടെ? ലക്കി, ഇങ്ങനെയൊരു സ്റ്റെപ്പ് എന്റെ ജീവിതത്തിൽ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. തോറ്റു കൊടുക്കുന്നവരെ ഭീരുക്കളായേ ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കിനി വേറെ നിവൃത്തിയില്ല. അപ്പൊ ചർച്ച എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ എന്നോട് തന്നെയുള്ളൊരു ചർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെന്നില്ല. എന്നിട്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. അതായത് ജോലിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. ഒരു ജോലിയെ നമ്മൾ കുറച്ച് കാണരുത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും സാറിൻ്റെ ഓഫർ സ്വീകരിക്കാൻ. ഗ്രേറ്റ് യാർ. എന്നെപ്പോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു റൈറ്ററിൻ്റെ സേവനം സാറിൻ്റെ കമ്പനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് പണത്തേക്കാൾ കൂടുതൽ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസും ആയിരിക്കും. പക്ഷേ DIG, ആ വേക്കൻസി ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ. അയ്യോ, അതെന്ത് പറ്റി സാർ? ഞാനൊരു ഇന്റേണൽ വെച്ചു. ആരാ വെച്ചത്? ഒരു ഇന്റേണൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത ആളെ. അയാൾക്കൊരു പഠനവും എനിക്കത് ചിലവ് പറഞ്ഞൊരു ഹെൽപ്പ് ആവും. അതെനിക്ക് പക്ഷെ ഒരു ഹെൽപ്പ് ആവില്ലല്ലോ സാർ. തന്നെ പോലത്തെ ഒരാളെ സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ വെച്ച് ലോക സിനിമയോട് ചെയ്യുന്ന വലിയ അനീതി ആയിരിക്കും. സാറ് സീരിയസ് ആയിട്ട് പറയുന്നതാണോ? യെസ്, ഓഫ് കോഴ്സ് യാർ. എന്നാൽ ഞാനും സീരിയസ് ആയിട്ട് പറയട്ടെ. സാർ എങ്ങനെയെങ്കിലും എനിക്ക് ആ ജോലി തരണം സാർ. 24 മണിക്കൂറിലും 25 മണിക്കൂർ ചർച്ച, സിനിമയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആശയങ്ങളൊക്കെ ഉണ്ട് സാർ. പക്ഷെ ആമാശയത്തിലൊന്നുമില്ലല്ലോ. ശമ്പളം സാറ് ഡീസൻ്റ് ആയിട്ട് എന്തെങ്കിലും തരുമെന്ന് എനിക്കറിയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. മോനെ, നീ ഇങ്ങനെ ഇവിടെ ജോലി കയറിയ നീ എന്നേക്കും ഇയാളുടെ അടിമയായി മാറും. പ്ലേറ്റ് തിരികെ നിന്നെ കൊണ്ട് പറ്റും. ഇടയ്ക്ക് ലീവ് എടുക്കുന്ന പരിപാടി നടക്കൂല കേട്ടോ. ലീവ് ഇടയ്ക്ക് എടുക്കേണ്ടി വരും സാർ. താൻ ജോയിൻ ചെയ്യണല്ലോ അതിനു മുമ്പ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് പറ്റിയൊരു ഷോർട്ട് ഫിലിം കോൺസെപ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിനിടയ്ക്ക് പോണ്ടി വരും. അത് പിന്നെ എന്താ പറയുക, ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുള്ളൊരു നായകൻ്റെ കഥയാണ്. അതിനെ പറ്റിയൊന്നും ഇപ്പം സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുള്ള സാർ DIG
അയ്യോ ഇത് നിമിത്താണ്. യെസ് യാർ. ഇതിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ചാർജ് ചെയ്താലോ? ഇപ്പോഴോ? അല്ല എന്റെ ഫോണിലെ ബാറ്ററി ഇരുന്നു, അത് ചാർജ് ചെയ്യുന്ന കാര്യം. ആ ചാർജർ. ചാർജർ എവിടെ? Yes, ചാർജർ. നമ്മളവിടെ ഒരു ചാർജർ എവിടെ? പൊളിക്കുന്നതാ. Where is my charger? നമ്മള്